ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനലിൻ്റെ പേര് നന്മ വ്ളോഗ്സ്. ഇപ്പോൾ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് കാലത്ത് പുഴയിലേക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ കുറച്ച് ദിവസമായി പുഴയ്ക്കൊന്നും അങ്ങനെ പോകാറില്ല. വീട്ടിൽ നിന്ന് തന്നെയാണ് അലക്കുക. അപ്പോൾ കുറച്ച് വിരികളും പിന്നെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലോ വീട്ടിൽ. അപ്പോൾ അവരൊക്കെ പോയിട്ട് വിരികളൊക്കെ എല്ലാവരും അലക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പോയിട്ട് ഒരാഴ്ചയായി. ഇപ്പോൾ സമയമുള്ളപ്പോൾ കുറച്ച് ഓരോന്നെടുത്ത് അലക്കാൻ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ കാലത്ത് അലക്കാൻ ഇരിക്കണത്. പിന്നെ കാലത്ത് ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വീട്ടിൽ അമ്മ ഉണ്ട്, അമ്മയും സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഏട്ടൻ പണിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ചോറും കൂട്ടാനും രാവിലത്തെ നമ്മുടെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ അമ്മ ഉള്ള കാരണം പിന്നെ ഞാൻ പോയാലും ബാക്കി പണികളൊക്കെ അമ്മ എടുക്കും. അങ്ങനെ ഒരുവിധം അലക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വീട്ടിൽ ഒരുപാട് അഴയ്ക്ക, അങ്ങനെ ചെറിയ അഴയ്ക്ക നിറയെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് അച്ഛൻ മരിച്ചിട്ട് ചേച്ചിമാരൊക്കെ വന്നപ്പോൾ നിറയെ അഴ കെട്ടിയിട്ടുണ്ടായിരുന്നു. ആ തുണികളൊക്കെ നിറയെ അവിടെ ഇട്ടു. ഇനി വേഗം ഷോപ്പിലേക്ക് പോകാൻ നോക്കട്ടെ. ഇനി റെയിലിൻ്റെ മുകളിൽ കൂടെ ആണ് ഞാൻ ഷോപ്പിലേക്ക് പോണത്. അങ്ങനെ വീട്ടിൽ നിന്ന് ഞാൻ ഷോപ്പിലേക്ക് പോവുകയാണ്. മാന്നന്നൂർ സ്റ്റേഷനിലേക്കാണ് ഞാൻ നടന്ന് പോണത്. അപ്പോൾ നടന്ന് പോകുമ്പോൾ മുടിയൊക്കെ അട്ടച്ചിട്ടോ, മുടിയൊക്കെ പരത്തിയിട്ടൊന്നും ഉണങ്ങും ചെയ്യില്ല. ചെറിയൊരു വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ മുടി ഒന്ന് ഉണങ്ങും ചെയ്യും. നടന്ന് കുറച്ചുകൊണ്ട് ബസ് എത്താറാകുമ്പോൾ വേഗം മുടിയൊക്കെ ഒന്ന് കെട്ടും ചെയ്യാൻ വിചാരിച്ചു. പിന്നെ ബാക്കിയുള്ള പണിയൊക്കെ നമുക്ക് ഷോപ്പിൽ പോയിട്ടാണ് കേട്ടോ. അങ്ങനെ മാന്നന്നൂർ സ്റ്റേഷൻ എത്താറായി. 20 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ സ്റ്റേഷനിലെത്തും. സൗണ്ട് ഒരുപാട് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. മൈക്ക ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൈക്ക എത്തിയിട്ടുണ്ട്. മൈക്ക പിന്നെ കാണിച്ചു തരാം. ഞാൻ വാങ്ങിയത് ഓൺലൈൻ വഴി വാങ്ങിയ അത് കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളുടെ ഗോപാൽ ബസ്സാണ് എത്തിയിരിക്കുന്നത്. സ്ഥിരം പോണ ബസ്സാണ് ഗോപാൽ ബസ്. ഒരുവിധം വീഡിയോയിലൊക്കെ ഞാൻ കാണിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങളുടെ അവിടുന്ന് ഒരുപാട് ആൾക്കാർ ഉണ്ടാവില്ല. അപ്പോൾ കയറാൻ വേണ്ടിയിട്ട് അധികം ഞാനോ അല്ലെങ്കിൽ 1-2 പേരുണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ ഷോപ്പിലെത്തി. ഷോപ്പിൽ രാവിലെ ചെയ്യാനുള്ള വർക്കൊക്കെ എടുത്തു. പിന്നെ ഇത് ക്യാൻവാസാണ്. ഇപ്പോൾ ക്യാൻവാസ് കൊണ്ട് ഒരു ചുരിദാറൊക്കെ അടിക്കാണ്ട്. അപ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ മുന്നത്തെ വീഡിയോ ഒക്കെ കാണണം കേട്ടോ. സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ കുറേ നാളായി വീഡിയോ ഒന്നും ഇടാറില്ല. അച്ഛൻ മരിച്ച ശേഷം ഒരുപാട് ലൈവാണ് ഞാൻ വന്നിരിക്കുന്നത്. കാലത്ത് ഒരു 10 സമയത്തും പിന്നെ വൈകുന്നേരം ഒരു 8:15 സമയത്താണ് ഏകദേശം കേട്ടോ. ആ സമയത്താണ് ഞാൻ ലൈവിൽ വരാറ്. ഇപ്പോൾ കുറേ ഇങ്ങനെ അതേപോലുള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ വീഡിയോ ഇടാനുള്ളത് കുറേ കിടക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഇടണം. ഇപ്പോൾ 2 ആഴ്ചയായിട്ട് അങ്ങനെ നമ്മൾ സാധാ പോലെ കളിയും ചിരിയും പിന്നെ പാചകം ഉണ്ടാക്കലും ഭക്ഷണം കഴിക്കലും അങ്ങനെയൊക്കെ ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ എന്തായാലും അതൊക്കെ കുറച്ച് നാളുകൂടി കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും പണ്ടത്തെ പോലെ നല്ല ചിരിയും തമാശയും കളിയൊക്കെ ആയിട്ടുള്ള വീഡിയോകളൊക്കെ ഇടാം. ഇപ്പോൾ എന്തായാലും തൽക്കാലം ഇങ്ങനെ പോട്ടെ. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇപ്പം ക്യാൻവാസൊക്കെ ഒട്ടിച്ച് ചുരിദാറൊക്കെ തയ്ക്കൽ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഊണ് കഴിക്കലൊന്നും കാണിച്ചിട്ടില്ല, എല്ലാവരും കാണിച്ചിട്ടില്ല. അതിൻ്റെ ഇടയിൽ ചെറിയ ഭാഗം കാണിക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ചായയൊക്കെ കുടിക്കുകയാണ്. ഇനി വീട്ടിൽ പോയാലും ചായ കുടിക്കണ്ടേ, വിജയേട്ടൻ വരും. അപ്പം മോനും അമ്മയ്ക്കും ചായയൊക്കെ കൊടുക്കണം. അപ്പോൾ അവിടെ പോയിട്ട് ഒരു ചായ കുടിക്കും. അങ്ങനെ ബസ്സൊക്കെ ഇറങ്ങിയിട്ട് ഞാൻ വീണ്ടും വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ചെറിയൊരു ഇടവഴി പോലെയുള്ള സ്ഥലത്ത് കൂടെയാണ് ഞാൻ നടന്നു പോണത്. ഇടവഴി കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് വരുമ്പോൾ റോഡ് വേറെ വഴി കൂടെ ഇട്ട് ഞാൻ വരണത്. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. ഇതാണ് ഞങ്ങളുടെ വീട്. എല്ലാ കൂട്ടുകാരും കണ്ടിട്ടുണ്ടാവും. അങ്ങനെ വിജയേട്ടൻ അച്ഛൻ മരിച്ച ശേഷം ആടിനെ നോക്കണതൊക്കെ വിജയേട്ടനാണ് കേട്ടോ. വിജയേട്ടന് ശീലമൊന്നുമില്ല, എന്നാലും ആൾ നോക്കണമൊക്കെ ഉണ്ട് നല്ലോണം.
പിന്നെ പുല്ലൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് പണിയില്ലാത്ത കാരണം ആൾ എവിടെ നിന്നാണെന്ന് അറിയില്ല, കുറച്ച് ഇലകളൊക്കെ കിട്ടിയിട്ടുണ്ട്. വണ്ടിയിൽ പോയിട്ട് കുറച്ച് എന്തായാലും ഇലകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആടിന് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആടിനെ ഒരുപാട് വീഡിയോ ഇട്ടിട്ട് ആടിനെ എല്ലാവർക്കും പരിചയം ഉണ്ടാവും. ആടിന് മേയ്ക്കാൻ പോണ വീഡിയോ ഒക്കെ കണ്ടിട്ടൊക്കെ എല്ലാവർക്കും പരിചയം ഉണ്ടാവും. ഇനി നമുക്കതിന് കുട്ടികളൊക്കെ ആയിട്ട് കുറേ വീഡിയോ ഒക്കെ എടുക്കണം. അപ്പോൾ ഇനി പാസ്ത പറഞ്ഞത് എല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ട് ഇപ്പോൾ വൈകുന്നേരം വെറുതെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കണത് നമ്മുടെ പാസ്ത എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിക്കും, പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കും, കുറച്ച് ഉപ്പിട്ടിട്ട് അടുപ്പത്ത് വയ്ക്കും. അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നല്ലോണം അങ്ങനെ പൊന്തി വരും. എളുപ്പമാണ് ഉണ്ടാക്കാൻ, 10 മിനിറ്റ് സമയമാണ് വേണ്ടുള്ളൂ. ഇത് ചൂടായി കിട്ടിയാൽ പിന്നെ വേഗം അത് ശരിയാവും കേട്ടോ. അപ്പോൾ അടുപ്പത്ത് അവിടെ ഇരിക്കട്ടെ, അപ്പോഴേക്കും വേഗം നമുക്ക് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാം. അപ്പോൾ പാത്രമൊക്കെ കഴുകാൻ നിന്നു. ഇനി പിന്നെ നമുക്ക് ഇഞ്ചി, അതേപോലെ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതാക്കി അരിയാം. ഏത് കുട്ടികൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പണിയാണ് കേട്ടോ അത്. കാരണം ഇതിൽ വെളിച്ചെണ്ണ ഉപ്പിട്ടിട്ട് വേവിക്കുക, പിന്നെ സബോള, ഇഞ്ചി, പച്ചമുളക് അങ്ങനെയൊക്കെ ഇട്ടൊന്ന് വഴറ്റിയിട്ട് കുറച്ച് മുളക് പൊടി ഇടുക. അപ്പം അമ്മയുടെ മോള് വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കേട്ടോ. അപ്പോൾ അടുപ്പത്ത് വെക്കുകയാണ്, ചീഞ്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചു. ആദ്യം വെളുത്തുള്ളി, പിന്നെ സാധാ പോലെ തന്നെ പച്ചമുളക്, അതൊന്ന് വഴറ്റി കഴിഞ്ഞാലാണ് അവസാനമാണ് നമ്മൾ തക്കാളി ഇടുക. പിന്നെ ഞങ്ങൾ മുളക് പൊടി ഇട്ടു. പിന്നെ സോസ് ചെറുതൊന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ചെറുതല്ല 45 രൂപയുടെ സോസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ സോസും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൽ സോസും കൂടി ഒഴിച്ചിട്ടാണ് ഇളക്കിയത് കേട്ടോ. അപ്പോൾ അത് കാണിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ. കൂട്ടുകാരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ കൂട്ടുകാരെ.